സ്വത്തല്ലേ ഇത്? മോളെ നീ ഒന്നും മിണ്ടാതിരിക്കേ. പറയട്ടെ ആന്റി, എല്ലാം പറയട്ടെ. അപ്പൊ പിന്നെ എനിക്ക് ജോലി കുറഞ്ഞു കിട്ടുമല്ലോ. ശിവാനി ഒന്ന് അടങ്ങ്. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. കൈവിട്ടെ. ഇയാളോട് ഞാൻ ചോദിക്കട്ടെ. ഗൗതം പറ, നിങ്ങൾക്ക് ഈശ്വരമംഗലത്തെ സ്വത്തിലെ എന്താണ് അവകാശം? ശിവാനി നീ ഒന്ന് അടങ്ങ്. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഇയാള് പറയട്ടെ അങ്ങളെ. ആ അല്ലെങ്കിൽ വേണ്ട, എല്ലാം ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. സത്യത്തിൽ വേണ്ട മോളെ, നീ ചോദിക്കുന്നത് എന്താ ഞങ്ങൾ തന്നേക്കാം. ദയവ് ചെയ്ത് ആവശ്യമില്ലാത്തതൊന്നും വിളിച്ച് പറയല്ലേ. എന്താ ഞാൻ അനുസരിക്കാം, പ്ലീസ്. നമുക്ക് മുറിക്കകത്ത് പോയിരുന്ന് സംസാരിക്കാൻ വാ. നീ ആഗ്രഹിക്കുന്നത് എന്താ ഞാൻ തരാം. സ്വത്തല്ലേ വേണ്ടത്, മുഴുവൻ തന്നേക്കാം. എന്താ പോരാ വാ. അമ്മ നിൽക്ക്. അമ്മ എന്തിനാ ഇവളെ പേടിക്കുന്നേ? എന്റെ അച്ഛന്റെ പേരിലുള്ള സ്വത്തിനെ കുറിച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ ഇവൾക്ക് എന്താ അവകാശം? ഗൗതം വേണ്ട. അമ്മയൊന്നും അടങ്ങ. ഇവളിങ്ങനെ അങ്ങ് വിളയാൻ തുടങ്ങിയാലേ ഈ നിമിഷം ഇവള് ഈ വീടിന് പുറത്താ. ആഹാ, അത് കൊള്ളാലോ. ഒന്നുകൂടെ പറഞ്ഞേ, ആരാ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ഇറങ്ങി പോടീന്നൊരു വാക്ക് ഇപ്പൊ താൻ എന്നോടൊന്ന് പറഞ്ഞു നോക്ക്. കളിയങ്ങ് മാറും ഇപ്പൊ. ദേ നോക്ക്, ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നത് താനും തന്റെ ഭാര്യയായിരിക്കും. പ്ലീസ് ശിവാനി, വേണ്ട മോളെ, പ്ലീസ്. മോനെ നീ ഒന്നും മിണ്ടാതിരിക്കേ. എവിടുന്നോ വലിഞ്ഞു കയറി വന്നിട്ട് എന്റെ അമ്മയെ കൂടി യാചിപ്പിക്കുന്നോടി. ഇത് എന്റെ വീടാണ്. ഇറങ്ങി പോടി വെളിയില്. വലിഞ്ഞു കയറി വന്നത് ഞാനല്ല, താനാ.